ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് നോക്കുന്നത് LP-UP പരീക്ഷയ്ക്ക് മുമ്പ് നടന്നിട്ടുള്ള സയൻസ് ഭാഗങ്ങളിലെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്ത് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 300-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാക്സിമം ഉപയോഗിക്കുക. എക്സ്പ്ലനേഷൻ ഒന്നും അധികം നൽകിയിട്ടില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ജലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. ഭൂവൽക്കത്തിൽ കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. PSC ഇത് ഡിലീറ്റ് ചെയ്തേക്കുവാണ്. ഇതിനകത്തൊന്നും കറക്റ്റ് ഒരു ആൻസർ കിട്ടാനില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യന് റിപ്പീറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ എ കടുവ, ഓപ്ഷൻ ബി കരിങ്കുരങ്ങ്, ഓപ്ഷൻ സി വരയാട്, ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സിംഹവാലൻ കുരങ്ങൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്വിതീയ വർണ്ണമാണ്. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുമപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുമപ്പ് അല്ലേ? നമ്മൾ എല്ലാവരും കോഡ് ഉപയോഗിക്കാറുള്ളത് ഏതാണ്? പനിച്ചു എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് ദ്വിതീയ വർണ്ണം? മഞ്ഞയാണ്. ക്വസ്റ്റ്യൻ ആഡ് ചെയ്തപ്പോൾ ഒരു സ്ലൈഡിലായി പോയേ. മനുഷ്യ നേത്രത്തിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? ഇത് പഠിച്ചു വെച്ചേക്കണം. 1/16 സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോക്സൈറ്റ് ഡാഷിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി അലൂമിനിയം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അലൂമിനിയത്തിന്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം, ഓപ്ഷൻ ബി കോൺകേവ് ദർപ്പണം, ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ ഡി കോൺകേവ് ലെൻസ്. ദർപ്പണമാണ് കേട്ടോ, ദർപ്പണം. ഒരിക്കലും മാറ്റി എഴുതരുത്. ഏതാണ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ്, കോൺവെക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ മലബാരി, ഓപ്ഷൻ ബി വെച്ചൂർ, ഓപ്ഷൻ സി ചെറുവള്ളി, ഓപ്ഷൻ ഡി സുനന്ദിനി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, മലബാരി. ബാക്കിയുള്ളതൊക്കെ എന്താണ്? പശുവിന്റെ സങ്കരയിനങ്ങളാണ്. മലബാരി എന്ന് പറയുന്നത് ആടിന്റെ സങ്കരയിനമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തിന്റെ pH മൂല്യം. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 6. എത്രയാണ് ജലത്തിന്റെ? നമുക്കറിയാം അല്ലേ? ഓപ്ഷൻ സി ആണ്, 7 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഓപ്ഷൻ എ LPG, ഓപ്ഷൻ ബി ബയോഗ്യാസ്, ഓപ്ഷൻ സി CNG, ഓപ്ഷൻ ഡി LNG. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബയോഗ്യാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു. എന്തിനാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ നേരിയ വിഷാംശം, ഓപ്ഷൻ ബി സാധാരണ വിഷാംശം, ഓപ്ഷൻ സി കൂടിയ വിഷാംശം, ഓപ്ഷൻ ഡി മാരക വിഷാംശം. എന്തിനെയാണ്? കീടനാശിനിയിലെ മഞ്ഞ ത്രികോണം. ഓപ്ഷൻ സി ആണ്, കൂടിയ വിഷാംശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? ഏത് ഘടകമാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ എഥിലീൻ, ഓപ്ഷൻ ബി എഡിഫോൺ, ഓപ്ഷൻ സി അഡിനിൻ, ഓപ്ഷൻ ഡി ഈഥൈൻ. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, എഥിലീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ഓപ്ഷൻ എ 26 ദിവസം, ഓപ്ഷൻ ബി 25 ദിവസം, ഓപ്ഷൻ സി 27 ദിവസം, ഓപ്ഷൻ ഡി 24 ദിവസം. ഇമ്പോർട്ടൻ്റ് ആണേ. എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 27 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ്. ഓപ്ഷൻ എ ആന്റിബയോട്ടിക്കുകൾ, ഓപ്ഷൻ ബി ആന്റിസെപ്റ്റിക്കുകൾ, ഓപ്ഷൻ സി അനാൽജസിനുകൾ, ഓപ്ഷൻ ഡി ആന്റാസിഡുകൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ആന്റിസെപ്റ്റിക്കുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്?
ഓപ്ഷൻ എ മലമ്പനി, ഓപ്ഷൻ ബി മന്ത്, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി ഡെങ്കിപ്പനി. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീറ്റുകാക്കയുടെ രാസനാമം ഏത്? ഇവിടെ PSC ഡിലീറ്റ് ചെയ്തേക്കുവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം. കാരണം കാൽസ്യം ഓക്സൈഡ് ആയിരുന്നു വരേണ്ടത്. നീറ്റുകാക്കയുടെ രാസനാമം ഏതാണ് വരേണ്ടത്? കാൽസ്യം ഓക്സൈഡ് ആണ്. ഇവിടെ അക്ഷരപ്പിശക് വന്നേക്കുന്നത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാസമാറ്റത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്. ഓപ്ഷൻ എ ഉൽപ്പന്നങ്ങൾ, ഓപ്ഷൻ ബി ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ സി അഭികാരകങ്ങൾ, ഓപ്ഷൻ ഡി പ്രേരകങ്ങൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഉൽപ്രേരകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ്. ഓപ്ഷൻ എ നെഫ്രോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ന്യൂറോൺ, ഓപ്ഷൻ ഡി ഗാഗ്ലിയോൺ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ന്യൂറോൺ, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ്. ഓപ്ഷൻ എ അന്തർവ്യാപനം, ഓപ്ഷൻ ബി വൃതിവ്യാപനം, ഓപ്ഷൻ സി ആവാനം, ഓപ്ഷൻ ഡി അതിശോഷണം. എല്ലാവരും BA പോയി കറുപ്പിക്കുമായിരിക്കും. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ അന്തർവ്യാപനമാണ്. വൃതിവ്യാപനം എന്താണെന്ന് നോക്കിക്കേ. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഗാഢത തുല്യമാകുന്നത് വരെ ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃതിവ്യാപനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മത്സ്യം അഴുക്കാകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ്. ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർമാൽഡിഹൈഡ് ആണ്. ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി കാൽസ്യം ഹൈഡ്രോക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, നിർമ്മാണ പ്രക്രിയകളൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? ഓപ്ഷൻ എ ആൽഫ ഗണം, ഓപ്ഷൻ ബി ബീറ്റ ഗണം, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി ഗാമ വികിരണം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആൽഫ ഗണമാണ്. ബീറ്റ ഗണത്തിന് നെഗറ്റീവ് ചാർജ് ആണ്. ഗാമ വികിരണത്തിന് ചാർജ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത്? ഓപ്ഷൻ എ ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ ഡി റോമർ. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി റോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം? ഓപ്ഷൻ എ മജന്ത, ഓപ്ഷൻ ബി സിയാൻ, ഓപ്ഷൻ സി മഞ്ഞ, ഓപ്ഷൻ ഡി ഓറഞ്ച്. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ സി ടിൻ, ഓപ്ഷൻ ഡി ഓസ്മിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ക്വാർട്സ് ക്രിസ്റ്റൽ. ഓപ്ഷൻ എ കാൽസ്യം ഓക്സൈഡ്, ഓപ്ഷൻ ബി കോപ്പർ ഓക്സൈഡ്, ഓപ്ഷൻ സി അലൂമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ഡി സിലിക്കൺ ഡയോക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സിലിക്കൺ ഡയോക്സൈഡ്. ക്വാർട്സ് ക്രിസ്റ്റൽ. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ ടൈറ്റാനിയം, ഓപ്ഷൻ ബി യുറേനിയം, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി ഇരുമ്പ്. മോണോസൈറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, തോറിയം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓപ്ഷൻ എ സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ടാർട്ടാറിക് ആസിഡ്, ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. ഏതാണ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ടാർട്ടാറിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസപരമായ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഓർഗാനോക്ലോറിൻ, ഓപ്ഷൻ ബി ഇനോർഗാനിക് ക്ലോറിൻ, ഓപ്ഷൻ സി മെറ്റാലിക് ഓക്സൈഡ്, ഓപ്ഷൻ ഡി നോൺ മെറ്റാലിക് ഓക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഓർഗാനോക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരുപോലെയാകുന്ന താപനില? ഓപ്ഷൻ എ 40 ഡിഗ്രി, ഓപ്ഷൻ ബി 100 ഡിഗ്രി, ഓപ്ഷൻ സി -100 ഡിഗ്രി, ഓപ്ഷൻ ഡി -40 ഡിഗ്രി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, -40 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹദ്യുതിയുള്ള അലോഹം. ഓപ്ഷൻ എ ബ്രോമിൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി അയഡിൻ, ഓപ്ഷൻ ഡി ഫ്ലൂറിൻ. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, അയഡിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. ഓപ്ഷൻ എ ടെക്നീഷ്യം, ഓപ്ഷൻ ബി ടൈറ്റാനിയം, ഓപ്ഷൻ സി പ്ലൂട്ടോണിയം, ഓപ്ഷൻ ഡി സിറിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ടെക്നീഷ്യം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാർബൺ. ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏതാണ്? നൈട്രജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്. ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ്, ഓപ്ഷൻ ബി ക്രൂക്സ് ഗ്ലാസ്, ഓപ്ഷൻ സി സെറാമിക് ഗ്ലാസ്, ഓപ്ഷൻ ഡി സേഫ്റ്റി ഗ്ലാസ്. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്രൂക്സ് ഗ്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാന്തശക്തിയുടെ യൂണിറ്റ്. ഓപ്ഷൻ എ വെബർ, ഓപ്ഷൻ ബി ഫാരഡ്, ഓപ്ഷൻ സി കാൻഡല, ഓപ്ഷൻ ഡി പാസ്കൽ. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വെബർ. നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, കാരണം കാന്തശക്തിയെ കുറിച്ചൊക്കെ ഓൾറെഡി ചോദിച്ചല്ലോ, ചിലപ്പോൾ യൂണിറ്റ് ചോദിച്ചാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി. ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി മാറ്റമില്ല, ഓപ്ഷൻ ഡി കൂടുന്നു പിന്നെ കുറയുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, മാറ്റമില്ല. ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത്. ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി ആങ്സ്ട്രം, ഓപ്ഷൻ സി ടെസ്ല, ഓപ്ഷൻ ഡി ഫെർമി. ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത് ഓപ്ഷൻ ഡി ഫെർമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം. ഓപ്ഷൻ എ ബാസിലസ് പോളിമിക്സ്, ഓപ്ഷൻ ബി റൈസോബിയം, ഓപ്ഷൻ സി അസറ്റോബാക്ടർ, ഓപ്ഷൻ ഡി അസോസ്പൈറില്ലം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ബാസിലസ് പോളിമിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ഓപ്ഷൻ എ ഫ്രക്ടോസ്, ഓപ്ഷൻ ബി ഗാലക്ടോസ്, ഓപ്ഷൻ സി സുക്രോസ്, ഓപ്ഷൻ ഡി ഗ്ലൂക്കോസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സുക്രോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? ഓപ്ഷൻ എ ത്വക്ക്, ഓപ്ഷൻ ബി അസ്ഥിമജ്ജ, ഓപ്ഷൻ സി അസ്ഥി, ഓപ്ഷൻ ഡി കണ്ണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, അസ്ഥി. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി പ്രോട്ടീനുകൾ, ഓപ്ഷൻ സി അമിനോ ആസിഡുകൾ, ഓപ്ഷൻ ഡി ലവണങ്ങൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജലം. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ് ക്ലോറോഫിൽ ബി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ പ്ലാസ്മയിൽ ലയിച്ച്, ഓപ്ഷൻ ബി വായു അറകളിലൂടെ, ഓപ്ഷൻ സി ഹീമോഗ്ലോബിനുമായി ചേർന്ന്, ഓപ്ഷൻ ഡി ടിഷ്യൂ ദ്രവത്തിലൂടെ. എങ്ങനെയാണ്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. PPLO എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ ഡി ഫംഗസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, മൈക്കോപ്ലാസ്മ. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, യെർസീനിയ പെസ്റ്റിസ്. അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? അൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ഏതാണ്? ഓപ്ഷൻ ബി, പാവൽ. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ എഡിസൺ, ഓപ്ഷൻ ബി റോൺസൺ, ഓപ്ഷൻ സി ഫാരഡേ, ഓപ്ഷൻ ഡി ലാവോസിയെ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റോൺസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹമേത്? ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി സ്വർണം, ഓപ്ഷൻ സി ബ്രോമിൻ, ഓപ്ഷൻ ഡി ഗാലിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മെർക്കുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ എ സെൽഫ് ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി വൈദ്യുത കാന്തിക പ്രേരണം, ഓപ്ഷൻ സി മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓപ്ഷൻ ഡി മോട്ടോർ തത്വം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു. ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ നിയോൺ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ ബി, ക്ലോറിൻ. ബൾബിന്റെ നിറം ചുമപ്പാണെങ്കിൽ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജൻ ആണ്. ബൾബിന്റെ നിറം നീലയാണെങ്കിൽ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ബൾബിന്റെ നിറം മഞ്ഞയാണെങ്കിൽ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം സോഡിയമാണ്. ബൾബിന്റെ നിറം ഓറഞ്ച് ആണെങ്കിൽ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം നിയോൺ ആണ്. ബൾബിന്റെ നിറം വെള്ളയാണെങ്കിൽ വേപ്പർ ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം മെർക്കുറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി തമിഴ്നാട്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തമിഴ്നാട്. കേരളത്തിന്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമേത്? ഓപ്ഷൻ എ യുറേനിയം, ഓപ്ഷൻ ബി റേഡിയം, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി പ്രോട്ടാക്ലീനിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, തോറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ ബി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ സി യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ ഡി വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഹീലിയം. ഓക്കെ, ഹീലിയം എന്താണ്? അലസവാതകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2881. പീരിയോഡിക് ടേബിളിൽ ഈ മൂലകത്തിന്റെ സ്ഥാനം എന്ത്? ഓപ്ഷൻ എ ഒന്നാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ്, ഓപ്ഷൻ ബി നാലാം പീരീഡ് നാലാം ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഒന്നാം പീരീഡ് നാലാം ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി നാലാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ്. അപ്പോൾ ഇതിന്റെ ഈ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമായിട്ട് എഴുതി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? നാലാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മലയുടെ താഴ്വാരത്ത് നിന്ന് ഒരാൾ കൈകൊട്ടുന്നു. 4 സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു. സെക്കൻഡിൽ 340 മീറ്റർ വേഗത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള അകലമാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ശബ്ദം സഞ്ചരിച്ച ദൂരമല്ല. എന്താണ്? മലയും അയാളും തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കുക. ഓപ്ഷൻ എ 1360. കണ്ട് എല്ലാവരും കയറിയപ്പോൾ എ തന്നെ മാർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്? ബി 340 മീറ്റർ, ഓപ്ഷൻ സി 680 മീറ്റർ,
ഓപ്ഷൻ ഡി 170 മീറ്റർ. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അയാളും മലയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 680 മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഇരുണ്ട ഘട്ടം, ഓപ്ഷൻ ബി ഹിൽ പ്രവർത്തനം, ഓപ്ഷൻ സി ക്രെബ്സ് പരിവൃത്തി, ഓപ്ഷൻ ഡി കാൽവിൻ ചക്രം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്രെബ്സ് പരിവൃത്തി. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഇടത് ഏട്രിയം, ഓപ്ഷൻ ബി ഇടത് വെൻട്രിക്കിൾ, ഓപ്ഷൻ സി വലത് ഏട്രിയം, ഓപ്ഷൻ ഡി വലത് വെൻട്രിക്കിൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇടത് വെൻട്രിക്കിൾ. ഞാൻ കോഡ് വെച്ചേക്കുന്നത് ഇടതേക്ക് വാ എന്ന ഞാൻ കോഡ് വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളെക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ എ ബെന്തവും ഹുക്കറും, ഓപ്ഷൻ ബി തിയോഫ്രാസ്റ്റസ്, ഓപ്ഷൻ സി എൻഗ്ലറും പ്രാൻഡിലും, ഓപ്ഷൻ ഡി ബെസ്സി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എഗ്ലറും പ്രാൻഡിലും. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പ്രോട്ടോസോയിക് കാലഘട്ടം, ഓപ്ഷൻ ബി മീസോസോയിക് കാലഘട്ടം, ഓപ്ഷൻ സി പാലിയോസോയിക് കാലഘട്ടം, ഓപ്ഷൻ ഡി സീനോസോയിക് കാലഘട്ടം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മീസോസോയിക് കാലഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗമേത്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ ബി മർമ്മം, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി ഹരിതകണം. മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഓപ്ഷൻ ബി സാൽമൊണല്ല ടൈഫോസ, ഓപ്ഷൻ സി പ്ലൂറോന്യൂമോണിയ, ഓപ്ഷൻ ഡി ട്രെപ്പോനിമ പല്ലേഡിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ട്രെപ്പോണിമ പല്ലേഡിയം. ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? ഓപ്ഷൻ എ ലാമിനേരിയ, ഓപ്ഷൻ ബി സെഫലൂറസ്, ഓപ്ഷൻ സി സർഗാസം, ഓപ്ഷൻ ഡി ജലീഡിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജലീഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ ഫോസ്ഫോപ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ കാസിൻ, ഓപ്ഷൻ ബി ഹിമോഗ്ലോബിൻ, ഓപ്ഷൻ സി ആൽബുമിൻ, ഓപ്ഷൻ ഡി ഫെറിറ്റിൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കാസിൻ. രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നീഷെ, ഓപ്ഷൻ ബി ഇക്കോട്ടോൺ, ഓപ്ഷൻ സി ഇക്കോടൈപ്പ്, ഓപ്ഷൻ ഡി കോറിഡോർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇക്കോട്ടോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഓപ്ഷൻ എ ഓസോൺ യൂണിറ്റ്, ഓപ്ഷൻ ബി കലോറി, ഓപ്ഷൻ സി ഡെസിബൽ യൂണിറ്റ്, ഓപ്ഷൻ ഡി ഡോപ്സൺ യൂണിറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡോപ്സൺ യൂണിറ്റ്. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ഓപ്ഷൻ എ ചലനവേഗത കുറവായിരിക്കും, ഓപ്ഷൻ ബി തമ്മിലുള്ള അകലം കുറവായിരിക്കും, ഓപ്ഷൻ സി ആകർഷണ ബലം കുറവായിരിക്കും, ഓപ്ഷൻ ഡി ഊർജം കുറവായിരിക്കും. നല്ല വൃത്തിയോടെ വായിച്ച് ആൻസർ ചെയ്യണം. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആകർഷണ ബലം കുറവായിരിക്കും. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഓപ്ഷൻ എ അമോണിയ നിർമ്മിക്കുന്നത്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്, ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത്, ഓപ്ഷൻ ഡി അലൂമിനിയം നിർമ്മിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്.
ജലം തിളച്ച് നീരാവിയാകുന്നത്. ജലം തിളച്ച് നീരാവിയാകുന്നത്. ഓപ്ഷൻ ഡി 373 കെൽവിനിലാണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ്. നമ്മൾ മുമ്പ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. എല്ലാവരും കയറി എന്ത് കറുപ്പിക്കും? മെർക്കുറിയെ വേണേ കറുപ്പിക്കും. ക്വസ്റ്റ്യൻ വായിക്കുക. അലോഹ മൂലകം. ഓക്കെ. ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ഗാലിയം, ഓപ്ഷൻ ഡി സൾഫർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബ്രോമിൻ. ആധുനിക ആവർത്തന പട്ടികയിലാകെ ഓപ്ഷൻ എ 4 ബ്ലോക്കുകളുണ്ട്, ഓപ്ഷൻ ബി 7 ബ്ലോക്കുകളുണ്ട്, ഓപ്ഷൻ സി 18 ബ്ലോക്കുകളുണ്ട്, ഓപ്ഷൻ ഡി 118 ബ്ലോക്കുകളുണ്ട്. നമുക്ക് നോക്കുമ്പോൾ എല്ലാം നമുക്ക് പരിചയമുള്ള സംഖ്യകളാണ് അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ബ്ലോക്കുകളുടെ എണ്ണം. എത്ര ബ്ലോക്കുകൾ ആകെയുള്ളത്? 4 ബ്ലോക്കുകളാണുള്ളത് അല്ലേ? SPDF. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിറമില്ലാത്ത ഒരു സംയുക്തമാണ്. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ സി അമോണിയം ഡൈക്രോമേറ്റ്, ഓപ്ഷൻ ഡി മാംഗനീസ് ഡയോക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ. ജസ്റ്റ് സംയുക്തം അതിന്റെ നിറം നോക്കാം. കോപ്പർ സൾഫേറ്റിന് നീല നിറമാണ്, അമോണിയം ഡൈക്രോമേറ്റിന് ഓറഞ്ച് നിറമാണ്, മാംഗനീസ് ഡയോക്സൈഡിന് ബ്രൗൺ നിറമാണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓറഞ്ച് നിറമാണ്, ഫെറസ് സൾഫേറ്റിന് ഇളം പച്ച, സോഡിയം കാർബണേറ്റ് വെള്ള, കാൽസ്യം ക്ലോറൈഡ് വെള്ള. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലസവാതകമല്ലാത്തത്. ഓപ്ഷൻ എ സിനോൺ, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി ഗാലിയം, ഓപ്ഷൻ ഡി റഡോൺ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗാലിയം. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഗാഢ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഓപ്ഷൻ എ സൾഫേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ ബി നൈട്രേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ സി കാർബണേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ ഡി ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് എന്ത് തിരിച്ചറിയുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. 4 അസറ്റോമിഡോ ഫിനോൾ എന്നത്. ഓപ്ഷൻ എ ലോഷൻ ആണ്, ഓപ്ഷൻ ബി ആസ്പിരിൻ ആണ്, ഓപ്ഷൻ സി പാരാസെറ്റാമോൾ ആണ്, ഓപ്ഷൻ ഡി റെസിൻ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പാരാസെറ്റാമോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാഥമിക വർണ്ണമല്ലാത്തത്. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുമപ്പ്. ഏതാണ് പ്രാഥമിക നിറമല്ലാത്തത്? ഓപ്ഷൻ ബി മഞ്ഞയാണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയോഡിന്റെ ധർമ്മം എന്താണ്? ഓപ്ഷൻ എ റെക്ടിഫിക്കേഷൻ, ഓപ്ഷൻ ബി വൈദ്യുതി സംഭരിച്ചു വയ്ക്കൽ, ഓപ്ഷൻ സി ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഓസിലേഷൻ. ഡയോഡിന്റെ ധർമ്മം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റെക്ടിഫിക്കേഷൻ. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ. ഓക്കെ. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി ഫാരഡ്, ഓപ്ഷൻ സി ഹെൻറി, ഓപ്ഷൻ ഡി ഓം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹെൻറി. ക്രാന്തിവൃത്തത്തെ ഡാഷ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ 28, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 365. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 12. ഭൂമിയുടെ വാർഷിക ചലനം കൊണ്ട് സൂര്യന്റെ പശ്ചാത്തലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ സൂര്യൻ നീങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ സൂര്യപഥത്തെ ക്രാന്തിവൃത്തം എന്ന് പറയുന്നു. ക്രാന്തിവൃത്തത്തെ 12 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയാണ് 12 സൗരരാശികൾ. ഓക്കെ. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ്. ഓപ്ഷൻ എ ഈഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ഈഥൈൽ മെർകാപ്റ്റൻ, ഓപ്ഷൻ സി ബെൻസീൻ, ഓപ്ഷൻ ഡി നാഫ്തലീൻ. പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈഥൈൽ മെർകാപ്റ്റൻ. LPG ചേർക്കത്തില്ലേ അത്. ഓക്കെ. നെക്സ്റ്റ്.
കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കലോറിഫിക് മൂല്യം. ഓപ്ഷൻ എ LPG, ഓപ്ഷൻ ബി LNG, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി പെട്രോൾ. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ്. ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്ഷൻ എ സെൽഫ് ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓപ്ഷൻ സി മോട്ടോർ നിയമം, ഓപ്ഷൻ ഡി പ്ലമ്മിങ്ങിന്റെ ഇടതുകൈ നിയമം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്രധാനപ്പെട്ടതാണ്, നോക്കി വെച്ചേക്കണേ. ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വേറെ വേറെ രീതികളിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ എ അലൂമിനിയത്തിലാണ്, ഓപ്ഷൻ ബി ശുദ്ധജലത്തിൽ കൂടിയാണ്, ഓപ്ഷൻ സി ശൂന്യതയിലാണ്, ഓപ്ഷൻ ഡി വായുവിലാണ്. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അലൂമിനിയത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഫ്രാസോണിക് ശബ്ദം. ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കുന്നത് എത്ര ഹെഡ്സിനിടയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ. ഓപ്ഷൻ എ 20 കിലോ ഹെഡ്സ്. ഇവിടെ 20 കിലോ ഹെഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 200 കിലോ ഹെഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 20 ഹെഡ്സ് പറഞ്ഞിട്ടുണ്ട്. 20 ഹെഡ്സിൽ കൂടിയതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 20 ഹെഡ്സിൽ കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത് 20 ഹെഡ്സിൽ കുറഞ്ഞ ശബ്ദമാണ് ഇൻഫ്രാസോണിക്. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താ? 20,000 ഹെഡ്സിൽ മുകളിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയുന്ന എത്രയാണ്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ച് തന്നെ ഓർക്കുക. ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 ഹെഡ്സിന് താഴോട്ട് പോകുന്നത് ഇൻഫ്രാസോണിക്കും 20,000 ഹെഡ്സിന് മുകളിലോട്ട് പോകുന്നത് അൾട്രാസോണിക്കുമാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ്. ഓപ്ഷൻ എ തൃക്കേട്ട, ഓപ്ഷൻ ബി റീഗൽ, ഓപ്ഷൻ സി ചോതി, ഓപ്ഷൻ ഡി തിരുവാതിര. ഇതിപ്പോഴും SCERT പുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ ബി റീഗൽ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ജീൻ എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജൊഹാൻസൺ, ഓപ്ഷൻ ബി ലാൻഡ്മാർക്ക്, ഓപ്ഷൻ സി ഹർഗോവിന്ദ് ഖൊരാന, ഓപ്ഷൻ ഡി ഗ്രിഗർ ജോൺ മെൻഡൽ. ആരാണ്? ഓപ്ഷൻ എ ജൊഹാൻസൺ ആണ് ജീൻ എന്ന പദം ഉപയോഗിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. ഓപ്ഷൻ എ സംവഹനം, ഓപ്ഷൻ ബി സസ്യസ്വേദനം, ഓപ്ഷൻ സി ഗട്ടേഷൻ, ഓപ്ഷൻ ഡി ആഗിരണം. എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. ഫംഗസ് ബാധ. ഫംഗസ്. ഓപ്ഷൻ എ മന്ത്, ഓപ്ഷൻ ബി മലമ്പനി, ഓപ്ഷൻ സി പേ വിഷബാധ, ഓപ്ഷൻ ഡി വട്ടച്ചൊറി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വട്ടച്ചൊറിയാണ്. നെക്സ്റ്റ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ എ മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി അമീബ, ഓപ്ഷൻ ഡി സയനോ ബാക്ടീരിയ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അമീബ. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം എന്ന് പറയുന്നത് പ്രോട്ടോസോവയാണ്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. ഇത് എക്സാമിന് വന്നായിരുന്നു അല്ലെ? ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. HCl. ഏതാണ്? HCl ആണ്. നെക്സ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. ഓപ്ഷൻ എ റൈബോസോം, ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയോൺ, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി ലൈസോസോം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലൈസോസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം. കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? തണ്ടല്ലേ? കാണ്ഡത്തില് ഓപ്ഷൻ എ കരിമ്പ്, ഓപ്ഷൻ ബി മരച്ചീനി, ഓപ്ഷൻ സി ക്യാരറ്റ്, ഓപ്ഷൻ ഡി ബീട്രൂട്ട്. ഏതാണ്? ഓപ്ഷൻ എ കരിമ്പാണ്. നെക്സ്റ്റ്, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിക്കുന്നത് കണ്ണിന്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ ലെൻസ്, ഓപ്ഷൻ ബി റെറ്റിന, ഓപ്ഷൻ സി കോർണിയ, ഓപ്ഷൻ ഡി നേത്രാവരണം. എവിടെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റെറ്റിന. ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അതിന്റെ പ്രതിബിംബം പതിക്കുന്നത് കണ്ണിന്റെ റെറ്റിനയിലാണ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരം. ഓപ്ഷൻ എ മെനിഞ്ചസ്, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി പെരികാർഡിയം, ഓപ്ഷൻ ഡി കോശസ്തരം. എവിടെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പെരികാർഡിയം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? പ്രായപൂർത്തിയായ മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ സി ആണ് 206. ശിശുക്കളിൽ എത്രയാണ്? 300 ആണ്. PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയിൽ 300 ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിന്റെ ചന്ദ്രനിലെ ഭാരം. ഓപ്ഷൻ എ 150 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 50 ന്യൂട്ടൺ, ഓപ്ഷൻ സി 60 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി 100 ന്യൂട്ടൺ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനുള്ളതെന്ന് ചോദിച്ചാൽ 1/6 ആണ്. അപ്പം 300 × 1/6 ചെയ്യണം. 6×5 30. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 50 ന്യൂട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ വൻതോതിൽ ഊർജം ലഭ്യമാകുന്ന സമവാക്യം. ഓപ്ഷൻ എ E=mc², ഓപ്ഷൻ ബി E=hU, ഓപ്ഷൻ സി E=12 mv², ഓപ്ഷൻ ഡി E=mgh. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ E=mc². പി ടൈപ്പ് അർദ്ധചാലകങ്ങളിൽ ചാലനം സാധ്യമാകുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി അയോൺ, ഓപ്ഷൻ സി ആനയോൺ, ഓപ്ഷൻ ഡി ഹോൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹോൾ. ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകുകൾ. ഓപ്ഷൻ എ അനോഫിലസ്, ഓപ്ഷൻ ബി ക്യൂലസ്, ഓപ്ഷൻ സി ഈഡീസ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഈഡീസ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്, ഓപ്ഷൻ സി എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പില് ആന്റിജൻ ഇല്ല. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. ഓപ്ഷൻ എ കോക്കസ് ന്യൂസിഫെറ, ഓപ്ഷൻ ബി പയസം സറ്റൈവം, ഓപ്ഷൻ സി ഹിബിക്സ് റോസാസിനസിസ്, ഓപ്ഷൻ ഡി ഓസിമം സാങ്ക്ടം. ഏതാണ്? ഓപ്ഷൻ എ കോക്കസ് ന്യൂസിഫെറ. ഉറുമ്പുകളെ വരിവരിയായി നീങ്ങാൻ സഹായിക്കുന്നത്. ഓപ്ഷൻ എ ഐസോലുസിൻ, ഓപ്ഷൻ ബി പ്രോലീൻ, ഓപ്ഷൻ സി ലൂസിഫെറിൻ, ഓപ്ഷൻ ഡി ഫിറമോൺ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫിറമോൺ. ക്ലോറോഫില്ലിൽ അടങ്ങിയ മൂലകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മഗ്നീഷ്യം. കെമിക്കൽ വോൾക്കാനോ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ അമോണിയം ഡൈക്രോമേറ്റ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓപ്ഷൻ സി പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം ക്രോമേറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അമോണിയം ഡൈക്രോമേറ്റ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിന്റെ അളവ്. റൈറ്റ് ആൻസർ PSC കൊടുത്തിട്ടുള്ളത് 1 ppm ആണ്. എന്നാൽ 1.5 ppm ആണ് ഫ്ലൂറിന്റെ അളവ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ബെൻസീന്റെ 80% ഘടനയും ഈ ശാസ്ത്ര മനസ്സിന്റെ സ്വപ്നവ്യാഖ്യാനമായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ കെക്കുലെയാണ്.
പ്രോട്ടീനുകളിലെ ബന്ധനം. ഓപ്ഷൻ എ ബ്രിഡ്ജ് ബോണ്ട്, ഓപ്ഷൻ ബി പെപ്റ്റൈഡ് ബോണ്ട്, ഓപ്ഷൻ സി ട്രിപ്പിൾ ബോണ്ട്, ഓപ്ഷൻ ഡി ബാക്ക് ബോണ്ട്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പെപ്റ്റൈഡ് ബോണ്ട്. പ്രോട്ടീനുകളിലെ ബന്ധനം. ബോറാസിഡ് ഐലോഷനായി ഉപയോഗിക്കാൻ കാരണമായ ഗുണം. ഓപ്ഷൻ എ ഡിസ്ഇൻഫെക്റ്റ്, ഓപ്ഷൻ ബി ആന്റാസിഡ്, ഓപ്ഷൻ സി ആന്റി ഡിപ്രസന്റ്, ഓപ്ഷൻ ഡി ആന്റിസെപ്റ്റിക്. ബോറിക് ആസിഡ് ഐലോഷനായി ഉപയോഗിക്കാൻ കാരണമായ ഗുണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആന്റിസെപ്റ്റിക്. ബേക്കലൈറ്റ് ഏത് തരം പോളിമർ ആണ്? ഓപ്ഷൻ എ തെർമോസെറ്റിംഗ്, ഓപ്ഷൻ ബി തെർമോ, ഓപ്ഷൻ സി പ്രകൃതിദത്ത, ഓപ്ഷൻ ഡി ഫൈബ്രസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തെർമോസെറ്റിംഗ്. ആകാശ നീലിമയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി നേർരേഖ സഞ്ചരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിസരണം. സൗരചൂളയിലെ ചാരമെന്നറിയപ്പെടുന്ന മൂലകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം, ഓപ്ഷൻ ഡി ട്രിഷിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹീലിയം. ട്രാൻസ്ഫോമറുകളുടെ പ്രവർത്തന തത്വം. ഓപ്ഷൻ എ ഓം നിയമം, ഓപ്ഷൻ ബി സ്നെല്ലൽ നിയമം, ഓപ്ഷൻ ബി ബോയിൽ നിയമം, ഓപ്ഷൻ ഡി വൈദ്യുതകാന്തിക പ്രേരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വൈദ്യുതകാന്തിക പ്രേരണം. അനിശ്ചിതത്വം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ ബി ഹെയ്ൻസ്ബർഗ്, ഓപ്ഷൻ സി ഐൻസ്റ്റീൻ, ഓപ്ഷൻ ഡി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹെയ്ൻസ്ബർഗ്. ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം. ഓപ്ഷൻ എ രാമൻ എഫക്റ്റ്, ഓപ്ഷൻ ബി ജൂൾ തോംസൺ എഫക്റ്റ്, ഓപ്ഷൻ സി ഡോപ്ലർ എഫക്റ്റ്, ഓപ്ഷൻ ഡി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡോപ്ലർ ഇഫക്റ്റ്. നെസ്ലേഴ്സ് ലായനി ഉപയോഗിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്ന റാഡിക്കലാണ്. ഓപ്ഷൻ എ നൈട്രേറ്റ്, ഓപ്ഷൻ ബി സൾഫേറ്റ്, ഓപ്ഷൻ സി അമോണിയം, ഓപ്ഷൻ ഡി കാർബണേറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അമോണിയം. സ്റ്റീലിനെ ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻ എ അനിലിംഗ്, ഓപ്ഷൻ ബി ടെമ്പറിംഗ്, ഓപ്ഷൻ സി ഹാർഡനിങ്, ഓപ്ഷൻ ഡി ബോയിലിംഗ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അനിലിംഗ്. ട്രിഷിയം ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2. സോഡിയം അസറ്റേറ്റും സോഡാ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. ഓപ്ഷൻ എ അസറ്റിലീൻ, ഓപ്ഷൻ ബി ഈഥെയ്ൻ, ഓപ്ഷൻ സി മീഥെയ്ൻ, ഓപ്ഷൻ ഡി എഥിലീൻ. സോഡിയം അസറ്റേറ്റും സോഡാ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മീഥെയ്ൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇവിടെ 2p2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിറോസിസ് എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സിറോസിസ്. ഓപ്ഷൻ എ ശ്വാസകോശം, ഓപ്ഷൻ ബി ആമാശയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി ചെറുകുടൽ. എവിടെയാണ്? ഓപ്ഷൻ സി കരളിനെയാണ് സിറോസിസ് ബാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ എ ഗ്ലോബുലിൻ, ഓപ്ഷൻ ബി ഫൈബ്രിനോജൻ, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി ആൽബുമിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫൈബ്രിനോജൻ. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ.
ഓപ്ഷൻ എ കോക്കസ്, ഓപ്ഷൻ ബി ബാസിലസ്, ഓപ്ഷൻ സി സ്പൈറില്ലം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കോക്കസ്. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? കണ റിക്കറ്റ്സ്, ഇത് പഠിച്ചു വെച്ചേക്കണേ. കണയുടെ മറ്റൊരു പേരാണ് റിക്കറ്റ്സ്. രണ്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, ഓപ്ഷൻ സി വിറ്റാമിൻ എ, ഓപ്ഷൻ ഡി വിറ്റാമിൻ B6. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി വിറ്റാമിൻ ഡിയുടെ കുറവാണ്. ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ ഡിയുടെ കുറവ്. ഡിയുടെ കുറവാണ് എന്ത്? കണ റിക്കറ്റ്സ്. ഓക്കെ, എല്ലുകളൊക്കെ വളയുന്ന ആ ഒരു പ്രശ്നം വരുന്നത്. സി എന്താണ്? സ്കർവി. സി സ്കർവി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓപ്ഷൻ എ ഓങ്കോളജി, ഓപ്ഷൻ ബി ഓസ്റ്റിയോളജി, ഓപ്ഷൻ സി ഓട്ടോലാരിങ്കോളജി, ഓപ്ഷൻ ഡി ഓർണിത്തോളജി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓർണിത്തോളജി. DNA കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ഗ്രിഗർ മെൻഡൽ, ഓപ്ഷൻ ബി ഫ്രാൻസിസ് ക്രീക്ക്, ഓപ്ഷൻ സി ജെയിംസ് വാട്സൺ, ഓപ്ഷൻ ഡി ഫെഡറിക് മിഷർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫ്രെഡറിക് മിഷർ. DNA കണ്ടുപിടിച്ചത്. ചിലന്തിയുടെ ശ്വസനാവയവം? ഓപ്ഷൻ എ ബുക്ക് ലങ്സ്, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി ഗിൽസ്, ഓപ്ഷൻ ഡി കരൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബുക്ക് ലങ്സ്. താഴെ പറയുന്നവയിൽ കണ്ണുമായി ബന്ധപ്പെട്ട പദമേത്? ഓപ്ഷൻ എ ആൻജിയോപ്ലാസ്റ്റി, ഓപ്ഷൻ ബി ത്രോംബോപ്ലാസ്റ്റിൻ, ഓപ്ഷൻ സി കെരാറ്റോപ്ലാസ്റ്റി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കെരാറ്റോപ്ലാസ്റ്റി. എന്ന് പറഞ്ഞാൽ എന്താ? കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു പോകാതെ സസ്യങ്ങളെ സഹായിക്കുന്നത്? ഓപ്ഷൻ എ പാരൻകൈമ, ഓപ്ഷൻ ബി ക്ലോറൻകൈമ, ഓപ്ഷൻ സി സ്ക്ലീറൻകൈമ, ഓപ്ഷൻ ഡി കോളൻകൈമ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോളൻകൈമ. കോളർ ഓടിയാതെ നമ്മൾ നിവർത്തി വെക്കത്തില്ല, അത് ഓർത്താൽ മതി. കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു പോകാതെ സസ്യങ്ങളെ സഹായിക്കുന്നത് കോളൻകൈമ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി ലെഡ്, ഓപ്ഷൻ ഡി ഇരുമ്പ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം? ഓപ്ഷൻ ബി ജലം. H=I²RT. ഈ സമവാക്യം ഏത് നിയമത്തെ സൂചിപ്പിക്കുന്നു? ഇത് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഓപ്ഷൻ എ ജൂൾ നിയമം, ഓപ്ഷൻ ബി ഓം നിയമം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ആർക്കിമിഡീസ് നിയമം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജൂൾ നിയമം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ്? ഓപ്ഷൻ എ എർത്ത് ലൈൻ, ഓപ്ഷൻ ബി ന്യൂട്രൽ ലൈൻ, ഓപ്ഷൻ സി എവിടെയും ഘടിപ്പിക്കാം, ഓപ്ഷൻ ഡി ഫേസ് ലൈൻ. ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ ഡി ഫേസ് ലൈൻ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ വസ്തു വെച്ചപ്പോൾ യഥാർത്ഥമോ മിഥ്യയായ യാതൊരു പ്രതിബിംബങ്ങളും ഉണ്ടായില്ല. എന്നാൽ എവിടെയായിരിക്കാം വസ്തു വെച്ചത്? ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ വസ്തു വെച്ചപ്പോൾ യഥാർത്ഥമോ മിഥ്യയോ ആയ യാതൊരു പ്രതിബിംബവും ഉണ്ടായില്ല. എന്നാൽ എവിടെയായിരിക്കും വസ്തു വെച്ചത്? ഓപ്ഷൻ എ ഫോക്കസിൽ, ഓപ്ഷൻ ബി ഫോക്കസിനും പോളിനും ഇടയ്ക്ക്, ഓപ്ഷൻ സി വക്രതാ കേന്ദ്രത്തിൽ, ഓപ്ഷൻ ഡി വക്രതാ കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയ്ക്ക്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫോക്കസിൽ. പദാർത്ഥങ്ങളെ തുളച്ചു കടക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് വികിരണം? ഓപ്ഷൻ എ ആൽഫ കിരണം, ഓപ്ഷൻ ബി ഗാമ കിരണം, ഓപ്ഷൻ സി ബീറ്റ, ഓപ്ഷൻ ഡി എക്സ്റേ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗാമ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏത്?
ഓപ്ഷൻ എ LPG, ഓപ്ഷൻ ബി മീഥെയ്ൻ, ഓപ്ഷൻ സി കൽക്കരി, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ളത്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത്? ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫിഷൻ, ഓപ്ഷൻ ബി റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. സൂര്യനിൽ നടക്കുന്നത് ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സോഡിയം വേപ്പർ ലാമ്പ് എന്ത് തരം ലാമ്പാണ്? ഓപ്ഷൻ എ ഡിസ്ചാർജ് ലാമ്പ്, ഓപ്ഷൻ ബി ഫ്ലൂറസെന്റ് ലാമ്പ്, ഓപ്ഷൻ സി ഇൻകാസെന്റ് ലാമ്പ്, ഓപ്ഷൻ ഡി ആർക്ക് ലാമ്പ്. സോഡിയം വേപ്പർ ലാമ്പ് എന്ത് തരം ലാമ്പാണ്? ഓപ്ഷൻ എ ഡിസ്ചാർജ് ലാമ്പ്. 100 വാട്ടിന്റെ വൈദ്യുത ബൾബ് 5 മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 0.5 യൂണിറ്റ് ആണ്. വാട്ടിലുള്ള പവറിനെ മണിക്കൂർ കൊണ്ട് ഗുണിച്ച് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാഥമിക വർണ്ണം? പ്രാഥമിക വർണ്ണം, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രാഥമിക വർണ്ണം ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നീലയാണ്. താഴെ പറയുന്നവയിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം ക്ലോറൈഡ്. ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് ലോഹങ്ങൾക്കുള്ള കഴിവാണ്? ഓപ്ഷൻ എ സൊണാരിറ്റി, ഓപ്ഷൻ ബി മാലിയബിലിറ്റി, ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ഡി കണ്ടക്ടിവിറ്റി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സൊണാരിറ്റി. സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ പുറന്തള്ളാൻ പറ്റാത്ത ലോഹം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോപ്പർ. ആഹാര പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്? ഓപ്ഷൻ എ എസ്റ്റർ, ഓപ്ഷൻ ബി മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, ഓപ്ഷൻ സി സോഡിയം ബെൻസോയേറ്റ്, ഓപ്ഷൻ ഡി എറിത്രോസിൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സോഡിയം ബെൻസോയേറ്റ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരാണ്? ഓപ്ഷൻ ബി ഗ്യാങ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആന്റിമണി, ഓപ്ഷൻ ബി ആർസനിക്, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി ലെഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലെഡ്. സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമായ ഗ്രഹം? ഓപ്ഷൻ എ വ്യാഴം, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ബുധൻ, ഓപ്ഷൻ ഡി ഭൂമി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വ്യാഴം. വൈദ്യുതി സർക്യൂട്ടിലെ പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം? വൈദ്യുതി സർക്യൂട്ടിലെ പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അമീറ്റർ. ശുദ്ധജലത്തിന് മേൽ വിരിച്ചുവെച്ച ബ്ലോട്ടിംഗ് പേപ്പറിലെ സൂചി പേപ്പർ മുഴുവനും നനയുന്നതോടെ ഓപ്ഷൻ എ സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കും, ഓപ്ഷൻ ബി ബ്ലോട്ടിംഗ് പേപ്പറിൽ തന്നെ സ്ഥിതി ചെയ്യും, ഓപ്ഷൻ സി സൂചി ജലത്തിൽ താഴ്ന്നു പോകും, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കും. സൂചി ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രതലബലമാണ്. ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ഒരു ദിവസം ഒരേ സമയത്ത് മീററ്റിൽ 48 ഡിഗ്രി സെൽഷ്യസും സിംലയിൽ 28 ഡിഗ്രി സെൽഷ്യസും ചൂടനുഭവപ്പെട്ടു. എല്ലാ വിധത്തിലും സമാനമായ 2 ലോഹക്കപ്പലുകളിൽ ആദ്യത്തേത് 95 ഡിഗ്രി സെൽഷ്യസും രണ്ടാമത്തേത് 71 ഡിഗ്രി സെൽഷ്യസും ഊഷ്മാവിലുള്ള ജലമുണ്ട്. ആദ്യത്തെ കപ്പ് മീററ്റിലും രണ്ടാമത്തേത് സിംലയിലുമാണ്. എങ്കിൽ എവിടെയുള്ള കപ്പിലെ ജലമായിരിക്കും ആദ്യം റൂമിലെ താപനില പ്രാപിക്കുക?
ഓപ്ഷൻ എ മീററ്റിലെ, ഓപ്ഷൻ ബി രണ്ടിടത്തും ഒരേ സമയം, ഓപ്ഷൻ സി സിംലയിലെ, ഓപ്ഷൻ ഡി വിവരങ്ങൾ പര്യാപ്തമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി രണ്ടിടത്തും ഒരേ സമയം. വായു ശൂന്യമായ അറയിൽ തൂവൽ, മരപ്പന്ത്, ഇരുമ്പുഗോളം എന്നിവ ഒരേ സമയം പതിക്കാൻ അനുവദിച്ചാൽ ഏറ്റവും വേഗത്തിൽ തറയിൽ പതിക്കുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ഇരുമ്പുഗോളം, ഓപ്ഷൻ ബി മരപ്പന്ത്, ഓപ്ഷൻ സി തൂവൽ, ഓപ്ഷൻ ഡി എല്ലാം ഒരേ വേഗത്തിൽ. എല്ലാം ഒരേ വേഗത്തിലാണ്. കാരണം എന്താ? വായു ശൂന്യമാണ്, വായു ഇല്ല. തണുപ്പുകാലത്ത് തടാകത്തിൽ ആദ്യം ഘനീഭവിച്ച് ഐസായി മാറുന്നത്? ഓപ്ഷൻ എ ഏറ്റവും അടിത്തട്ടിലെ ജലം, ഓപ്ഷൻ ബി ഏറ്റവും മുകളിലത്തെ ജലം, ഓപ്ഷൻ സി മധ്യഭാഗത്തുള്ള ജലം, ഓപ്ഷൻ ഡി എല്ലായിടത്തും ഒരേ സമയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഏറ്റവും മുകളിലെ ജലം. കൽക്കരിയിൽ പെടാത്ത ഇനമേത്? ഓപ്ഷൻ എ പീറ്റ്, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി ലിഗ്നൈറ്റ്, ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, കൽക്കരിയിൽ പെടാത്ത ഇനം. സറസ്, സെർലീന, ധ്രുവ എന്നിവ എന്ത്? ഓപ്ഷൻ എ ഗാലക്സികൾ, ഓപ്ഷൻ ബി നക്ഷത്രങ്ങൾ, ഓപ്ഷൻ സി റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകൾ, ഓപ്ഷൻ ഡി മുങ്ങിക്കപ്പലുകൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകൾ. സറസ്, സെർലീന, ധ്രുവ. കടൽ വെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുന്ന പ്രക്രിയ? ഓപ്ഷൻ എ റിവേഴ്സ് ഓസ്മോസിസ്, ഓപ്ഷൻ ബി വൈദ്യുത വിശ്ലേഷണം, ഓപ്ഷൻ സി എയറേഷൻ, ഓപ്ഷൻ സി ഡെസിമെന്റേഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റിവേഴ്സ് ഓസ്മോസിസ്. അലൂമിനിയത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള അയിര്? അലൂമിനിയത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള അയിര്? ഓപ്ഷൻ എ ഗലീന, ഓപ്ഷൻ ബി കലാമിൻ, ഓപ്ഷൻ സി ബോക്സൈറ്റ്, ഓപ്ഷൻ ഡി കാൽസൈറ്റ്. ഏതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 28. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം? അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹമാണ്. അലോഹം ഏതാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബ്രോമിൻ. കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം? കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം ഏതാണ്? NaOH. NaOH. വെള്ളിയുടെ ലാറ്റിൻ ഭാഷയിലെ പേര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അർജന്റ്. പഞ്ചസാരയെ ഒരു ഇന്ധനമായി കരുതാമെന്ന് പറയാൻ കാരണം? പഞ്ചസാരയെ ഒരു ഇന്ധനമായി കരുതാമെന്ന് പറയാൻ കാരണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അത് ജ്വലിക്കുകയും ഊർജത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതുകൊണ്ട് പഞ്ചസാര ഒരു ഇന്ധനമായി കരുതാമെന്ന് പറയാൻ കാരണം. സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പെയിന്റ് നിർമ്മാണത്തിൽ, ഓപ്ഷൻ ബി രാസവളം നിർമ്മിക്കാൻ, ഓപ്ഷൻ സി ഡിറ്റർജന്റുകളിൽ, ഓപ്ഷൻ ഡി ഫൈബർ നിർമ്മിക്കാൻ. സൾഫ്യൂരിക് ആസിഡ് എന്തിനാണ്? ഓപ്ഷൻ ബി ആണ്, രാസവളം നിർമ്മിക്കാൻ. സംയുക്തങ്ങൾക്ക് ഏകീകൃത നാമകരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സംഘടന ഏത്? ഓപ്ഷൻ സി IUPAC. ശബ്ദത്തിന്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ സോളാർ, ഓപ്ഷൻ ബി സോണാർ, ഓപ്ഷൻ സി സ്റ്റെല്ലാർ, ഓപ്ഷൻ ഡി ലൂണാർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സോണാർ. ശബ്ദത്തിന്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ
മുന്നോട്ടായാൻ കാരണം? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം. ഓപ്ഷൻ എ ജഡത്വം, ഓപ്ഷൻ ബി ഘർഷണം, ഓപ്ഷൻ സി കാന്തികത, ഓപ്ഷൻ ഡി ആകർഷണ ബലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് ജഡത്വം. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോയാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏവ? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പച്ച, നീല, ചുമപ്പ്. 12 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ 2 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആ വസ്തുവിന്റെ മൊമെന്റം എത്ര? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 48, ഓപ്ഷൻ ഡി 6. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 24. കാറ്റ് അഴിച്ചുവിട്ട ബലൂൺ കാറ്റ് പോകുന്നതിന്റെ എതിർദിശയിലേക്ക് കുതിക്കുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത്? ഓപ്ഷൻ എ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ ബി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ സി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ ഡി ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച്. ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കിമിഡീസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലം, ഓപ്ഷൻ ബി കാന്തികത, ഓപ്ഷൻ സി വായുമർദ്ദം, ഓപ്ഷൻ ഡി പ്ലവക്ഷമ ബലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി പ്ലവക്ഷമ ബലം. വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ സോളിനോയിഡ്, ഓപ്ഷൻ ബി ഗാൽവനോസ്കോപ്പ്, ഓപ്ഷൻ സി കെൽവിൻ സ്കെയിൽ, ഓപ്ഷൻ ഡി അബ്സല്യൂട്ട് സ്കെയിൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗാൽവനോസ്കോപ്പ്. വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില? ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. ലോഹങ്ങളുടെ വൈദ്യുതി ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ എ താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു, ഓപ്ഷൻ ബി താപനില കുറയുമ്പോൾ ചാലകത കുറയുന്നു, ഓപ്ഷൻ സി താപനിലയും ചാലകതയുമായി ബന്ധമില്ല, ഓപ്ഷൻ ഡി താപനില കൂടുമ്പോൾ അതിചാലകത ഉണ്ടാകുന്നു. ലോഹങ്ങളുടെ വൈദ്യുതി ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു. ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ലാക്ടോമീറ്റർ, ഓപ്ഷൻ ബി മാനോമീറ്റർ, ഓപ്ഷൻ സി സീസ്മോമീറ്റർ, ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. ഏതാണ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. വജ്രം ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ്? ഓപ്ഷൻ എ സൾഫർ, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി വെളുത്തീയം. ഏതാണ്? ഓപ്ഷൻ സി ആണ് കാർബണിന്റെ രൂപാന്തരമാണ്. അമോണിയയുടെ രാസസൂത്രം എന്ത്? അമോണിയയുടെ രാസസൂത്രം എന്ത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ NH3. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ എത്ര? ക്ലോറിന്റെ അറ്റോമിക സംഖ്യ. ക്ലോറിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 17. പ്രധാനപ്പെട്ട മൂലകങ്ങൾ അവയുടെ അറ്റോമിക നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി സോഡിയം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. ഓപ്ഷൻ ബി ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? ഓപ്ഷൻ എ കറുത്തീയവും ചെമ്പും, ഓപ്ഷൻ ബി വെളുത്തീയവും ചെമ്പും, ഓപ്ഷൻ സി വെളുത്തീയവും വെള്ളിയും, ഓപ്ഷൻ ഡി കറുത്തീയവും വെള്ളിയും.
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെളുത്തീയവും ചെമ്പും. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തിക ശക്തി തീരെയില്ല. പച്ചിരുമ്പിനേക്കാൾ കൂടുതലാണ്, ഇരുമ്പിനേക്കാൾ കൂടുതലാണ്, ഉരുക്കിനേക്കാൾ കൂടുതലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കാന്തിക ശക്തി എങ്ങനെയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, തീരെയില്ല. പൊട്ടാസ്യത്തിന്റെ രാസപ്രതീകം ഏതാണ്? ഓപ്ഷൻ എ, കെ ആണ്. ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ മാത്രം ധാരാളം വാതകം വലിച്ചെടുത്തു വയ്ക്കുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ, അതിവ്യാപനം. ഓപ്ഷൻ ബി, ഓക്സീകരണം. ഓപ്ഷൻ സി, അതിശോഷണം. ഓപ്ഷൻ ഡി, വൃതിവ്യാപനം. ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിൽ മാത്രം ധാരാളം വാതകം വലിച്ചെടുത്തു വയ്ക്കുന്ന പ്രതിഭാസത്തിന്റെ പേര്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അതിശോഷണം. ഇരുമ്പ് ഉരുകുന്ന താപനില. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1400 ഡിഗ്രി സെൽഷ്യസ്. അലസവാതക ആറ്റങ്ങളുടെ പുറം കവചത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 2. അലസവാതകങ്ങളുടെ പുറം കവചത്തിൽ ചിലരൊക്കെ ചിന്തിക്കും എന്താ എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയല്ലേ, അപ്പൊ 0 ആയിരിക്കും. അല്ല, 8 അഷ്ടകവും പൂർത്തിയാക്കി ഇരിക്കുകയാണ് അല്ലെ. അപ്പം ബാഹ്യ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വൈറസ് ആണ്. കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് വൈറസ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ, ജലത്തിന്റെ വിഘടനത്തിൽ നിന്ന്. ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനത്തിൽ നിന്ന്. ഓപ്ഷൻ സി, അന്നജത്തിന്റെ വിഘടനത്തിൽ നിന്ന്. ഓപ്ഷൻ ഡി, പഞ്ചസാരയുടെ വിഘടനത്തിൽ നിന്ന്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത് എവിടുന്ന? ഓക്സിജൻ, ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ജലത്തിന്റെ വിഘടനത്തിൽ നിന്നാണ്. സസ്യങ്ങളുടെ ഇലകളിൽ ജലം എത്തിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സൈലം കുഴലുകൾ. അതങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോണേ. സസ്യങ്ങളുടെ ഇലകളിൽ ജലം എത്തിക്കുന്നത് സൈലം കുഴലുകൾ. നമുക്ക് എപ്പോഴും ഒരു ഫ്ലോ വരും, ഫ്ലോയം കുഴൽ എന്നൊക്കെ പറയാം, പക്ഷെ സൈലം കുഴലുകൾ. ഓക്കെ. അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ്. ഓപ്ഷൻ എ, അമിലേസ്. ഓപ്ഷൻ ബി, ട്രിപ്സിൻ. ഓപ്ഷൻ സി, ലിപ്പേസ്. ഓപ്ഷൻ ഡി, ലാക്ടോസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അമിലേസ്. അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? അമിലേസ്. ബുക്കിലങ്സ് എന്ന ശ്വസനാവയവമുള്ള ഒരു ജീവി. ഓപ്ഷൻ എ, മണ്ണിര. ഓപ്ഷൻ ബി, ഹൈഡ്ര. ഓപ്ഷൻ സി, ഇരട്ടവാൽ. ഓപ്ഷൻ ഡി, എട്ടുകാലി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എട്ടുകാലി. എട്ടുകാലിക്കാണ് ബുക്കിലങ്സ് ഉള്ളത്. ഓക്കെ. ATP ADP ആയി മാറുമ്പോൾ ഊർജം രൂപപ്പെടുന്നു, ഊർജം സ്വതന്ത്രമാകുന്നു, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഇവയൊന്നുമല്ല. ATP ADP ആയി മാറുമ്പോൾ ഊർജം സ്വതന്ത്രമാകുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഊർജം സ്വതന്ത്രമാകുന്നു. പേശീക്ലമം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലമേധം. ഓപ്ഷൻ എ, ടാർട്ടാറിക് അമ്ലം. ഓപ്ഷൻ ബി, അസറ്റിക് അമ്ലം. ഓപ്ഷൻ സി, ലാക്റ്റിക് അമ്ലം. ഓപ്ഷൻ ഡി, നൈട്രിക് അമ്ലം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാക്റ്റിക് അമ്ലം. എന്താണ് പേശീക്ലമം എന്ന് പറഞ്ഞാലെന്ന് നോക്കാം. അത്യാധ്വാന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശീക്ലമം. ഓക്കെ. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് ഓപ്ഷൻ എ, DNA. ഓപ്ഷൻ എ, DNA. ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ, ചാണക്യൻ. ഓപ്ഷൻ ബി, JC ബോസ്. ഓപ്ഷൻ സി, ചരകൻ. ഓപ്ഷൻ ഡി, ഹർഗോവിന്ദ് ഖുരാന. ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ഇന്ത്യക്കാരനാണ്. ആരാണ്? ഓപ്ഷൻ സി ആണ്, ചരകനാണ്.
പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം? ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി ഇൻഡിഗോ, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ ഡി വയലറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വയലറ്റ്. ഒരേ ഉയരത്തിൽ നിന്ന് 1 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലും 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു കല്ലും ഒരേ സമയത്ത് താഴേക്കിട്ടാൽ? ഓപ്ഷൻ എ 10 കിലോഗ്രാം ഭാരമുള്ള കല്ല് ആദ്യം താഴെയെത്തും. ഓപ്ഷൻ ബി 2 കല്ലുകളും ഒരേ സമയത്ത് നിലത്തെത്തും. ഓപ്ഷൻ സി 1 കിലോഗ്രാം ഭാരമുള്ള കല്ല് ആദ്യം നിലത്തെത്തും. ഓപ്ഷൻ ഡി ഫലം പ്രവചിക്കാനാവില്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2 കല്ലുകളും ഒരേ സമയത്ത് നിലത്തെത്തും. ഒരറ്റം കത്തിച്ച ബാണം എതിർദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ന്യൂട്ടന്റെ 1-ാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ ബി ന്യൂട്ടന്റെ 2-ാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ സി ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച്, ഓപ്ഷൻ ഡി ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച്. ഇതനുസരിച്ച് കണ്ടോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3-ാമത്തെ ലോ. കൊഹിഷൻ എന്നാൽ? ഓപ്ഷൻ എ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം, ഓപ്ഷൻ ബി 2 വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം, ഓപ്ഷൻ സി ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള വികർഷണം. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊഹിഷൻ ഓപ്ഷൻ എ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ ആണ്. ഓക്കെ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കൊഹിഷനും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം അഡ്ഹീഷനുമാണ്. വിളക്കുതിരിയിൽ എണ്ണ കയറുന്നതിന്റെ പിന്നിലെ ശാസ്ത്ര തത്വമെന്ത്? ഓപ്ഷൻ എ പ്രതലബലം, ഓപ്ഷൻ ബി അഡ്ഹീഷൻ, ഓപ്ഷൻ സി വിസ്കോസിറ്റി, ഓപ്ഷൻ ഡി കേശികത്വം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി കേശികത്വമാണ്. വായുവിന്റെ സാന്ദ്രത എത്ര? വായുവിന്റെ സാന്ദ്രത എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഓപ്ഷൻ എ പിണ്ഡം, ഓപ്ഷൻ ബി സാന്ദ്രത, ഓപ്ഷൻ സി ഭാരം, ഓപ്ഷൻ ഡി ഘർഷണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഭാരം. മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്നതാണ് ഓപ്ഷൻ എ വികിരണം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി പ്രവഹനം, ഓപ്ഷൻ ഡി ചാലനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വികിരണം. താപപ്രസരണം നടത്തുന്ന 3 രീതികളാണ് ചാലനം, സംവഹനം, വികിരണം. ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം താപപ്രസരണത്തെ പറയുന്നത് ചാലനമെന്നാണ്. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് ചാലനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്ന രീതിയാണ് വികിരണം. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. കത്തുന്ന ബൾബിന്റെ താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കാൻ കാരണം വികിരണമാണ്. ബെൻസീന്റെ രാസസൂത്രം എന്ത്? ബെൻസീന്റെ രാസസൂത്രം എന്ത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി C6H6. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മുഖ്യ ഘടകം എന്ത്? LPGയുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മുഖ്യ ഘടകം. ഓപ്ഷൻ എ പ്രൊപ്പെയിൻ, ഓപ്ഷൻ ബി പെന്റെയിൻ, ഓപ്ഷൻ സി ഹെക്ടെയിൻ, ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സോഡിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നൈട്രജനും. ആസിഡുകളുടെ പൊതുഘടകം. ആസിഡുകളുടെ പൊതുഘടകം ഏതാണ്?
ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. മെർക്കുറിയുടെ അറ്റോമിക് വെയിറ്റ് എത്ര? മെർക്കുറിയുടെ അറ്റോമിക് വെയിറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഏറ്റവും അധികം സംയുക്തങ്ങളിൽ കാണപ്പെടുന്ന മൂലകം. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി ഹീലിയം, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കാർബൺ. ഏറ്റവും അധികം സംയുക്തങ്ങളിൽ കാണപ്പെടുന്ന മൂലകം. ഏറ്റവും ചെറിയ ആറ്റം ഏത്? PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് ഏറ്റവും ചെറിയ ആറ്റം എന്ന് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ്. അറ്റോമിക റേഡിയസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം എന്ന് പറയുന്നത് റെഡോൺ ആണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയമാണ്. ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ. ഓക്കെ, ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ഓപ്ഷൻ ബി താപനിലയിലെ മാറ്റം മാത്രമാണ്. ഓപ്ഷൻ സി രാസമാറ്റമാണ്. ഓപ്ഷൻ ഡി അറ്റോമിക ഘടനയിലെ മാറ്റമാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഓപ്ഷൻ സി രാസമാറ്റമാണ്. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയ. ഓപ്ഷൻ എ അസറ്റോബാക്ടർ, ഓപ്ഷൻ ബി അയനോറോബിക് ബാക്ടീരിയ, ഓപ്ഷൻ സി റൈസോബിയം, ഓപ്ഷൻ ഡി പെനിസിലിയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി റൈസോബിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോഷക ഘടകങ്ങൾ ഏറ്റവും അധികമുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോഷക ഘടകങ്ങൾ ഏറ്റവും അധികമുള്ളത്. ഓപ്ഷൻ എ തേൻ, ഓപ്ഷൻ ബി വെണ്ണ, ഓപ്ഷൻ സി പഞ്ചസാര, ഓപ്ഷൻ ഡി കോഴിമുട്ട. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോഴിമുട്ട. മൂലലോമങ്ങളിലെ കോശസ്തരം. ഓപ്ഷൻ എ അതാര്യമാണ്, ഓപ്ഷൻ ബി താര്യമാണ്, ഓപ്ഷൻ സി സുതാര്യമാണ്, ഓപ്ഷൻ ഡി അർദ്ധതാര്യമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അർദ്ധതാര്യമാണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി. ഓപ്ഷൻ എ ലിപ്പേസ്, ഓപ്ഷൻ ബി അമിലേസ്, ഓപ്ഷൻ സി പെപ്സിൻ, ഓപ്ഷൻ ഡി സുക്രോസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പെപ്സിൻ. കോശത്തിലെ ഊർജത്തിന്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രമാണ്. ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ ഡി കോശസ്തരം. കോശത്തിലെ ഊർജത്തിന്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ. പാല് തൈരാകാൻ കാരണം. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഈസ്റ്റ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി ഫംഗസ്. പാല് തൈരാകാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ ബാക്ടീരിയയാണ്. മനുഷ്യന്റെ കാലിലെ ഒരസ്ഥിയാണ്. ഓപ്ഷൻ എ റേഡിയസ്, ഓപ്ഷൻ ബി ടിബിയ, ഓപ്ഷൻ സി അൾന, ഓപ്ഷൻ ഡി സ്റ്റേർണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ടിബിയ. മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 46. രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗം. രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗം. ഓപ്ഷൻ എ ഹീമോഫീലിയ, ഓപ്ഷൻ ബി അനീമിയ, ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ഡി ആർത്രൈറ്റിസ്. ഏതാണ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹീമോഫീലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂലനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവി. മൂലനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവി. ഓപ്ഷൻ എ മണ്ണിര, ഓപ്ഷൻ ബി പ്ലനേറിയ, ഓപ്ഷൻ സി നാടവിര, ഓപ്ഷൻ ഡി ഹൈഡ്ര. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൈഡ്ര. മൂലനം വഴി. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത്. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ അൾട്രാവയലറ്റ് രശ്മികൾ, ഓപ്ഷൻ ബി സൂപ്പർസോണിക് ശബ്ദങ്ങൾ, ഓപ്ഷൻ സി അൾട്രാസോണിക് ശബ്ദങ്ങൾ, ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് രശ്മികൾ. ഇവിടെ നമുക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും രശ്മി എന്തായാലും വരത്തില്ല അല്ലേ.
പെട്ടെന്ന് എല്ലാവരും അൾട്രാ എന്ന് കാണുമ്പോൾ വേണമെങ്കിൽ എ കയർക്കറപ്പിക്കും ആദ്യം. പക്ഷെ ഏത് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അൾട്രാസോണിക് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ഏതാണ്? അൾട്രാസോണിക് ശബ്ദമാണ്. 20,000 ഹെഡ്സിന് മുകളിലോട്ടുള്ള ശബ്ദങ്ങളാണ് അൾട്രാസോണിക്. 20 ഹെഡ്സിൽ താഴെയാണ് ഇൻഫ്രാസോണിക്. ഓക്കെ, നെക്സ്റ്റ്. ഘർഷണം കൂട്ടേണ്ടത് ആവശ്യമായി വരുന്ന സന്ദർഭം. ഓപ്ഷൻ എ വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. ഓപ്ഷൻ ബി പൽചക്രങ്ങൾ തിരിയാൻ തടസ്സം വരുമ്പോൾ. ഓപ്ഷൻ സി കപ്പി എളുപ്പത്തിൽ തിരിയാതെ വരുമ്പോൾ. ഓപ്ഷൻ ഡി ഫാൻ കറങ്ങുമ്പോൾ ശബ്ദമുണ്ടാകുകയാണെങ്കിൽ. ഘർഷണം കൂട്ടാൻ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കണം അല്ലേ? അപ്പൊ എന്താണ്? വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. അപ്പം മിനുസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നന്നായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി തെന്നിപ്പോ സ്ലിപ്പായി. അപ്പം അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഘർഷണം കൂട്ടാൻ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കണം. അപ്പോൾ വാഹനങ്ങളുടെ ടയറുകളിൽ ചാലിടത്തില്ലേ, അതാണ്. പൽചക്രങ്ങൾ തിരിയാൻ തടസ്സം വരുമ്പോൾ അവിടെ ഘർഷണം നല്ലോണം ഉണ്ട്. അപ്പൊ നമുക്കവിടെ ലൂബ്രിക്കന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഘർഷണം കുറയ്ക്കാം. അവിടെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കൂട്ടേണ്ട സന്ദർഭമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കപ്പി എളുപ്പത്തിൽ തിരിയാനാണ് നമുക്ക് ഘർഷണം കുറയ്ക്കണം. ഫാൻ കറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും ഘർഷണം കുറയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ ഘർഷണം കൂട്ടേണ്ട സന്ദർഭമാണ് വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വോൾട്ട, ഓപ്ഷൻ ബി കോപ്പർനിക്കസ്, ഓപ്ഷൻ സി മൈക്കിൾ ഫാരഡെ, ഓപ്ഷൻ ഡി ജെയിംസ് വാട്ട്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡെ, വൈദ്യുതിയുടെ പിതാവ്. ആഗോള താപനത്തിന് കാരണമായ വാതകം. ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ആഗോള താപനത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ തോമസ് യങ്, ഓപ്ഷൻ ബി ഗലീലിയോ, ഓപ്ഷൻ സി സി വി രാമൻ, ഓപ്ഷൻ ഡി മേരി ക്യൂറി. ആരാണ്? പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ തോമസ് യങ്. ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ്. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം എവിടെയാണ്? ഇവിടെ ആൻസർ ഇല്ല. ആൻസർ കറക്റ്റ് വരേണ്ടത് കൊൽക്കത്തയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർകുലോസിസ് ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ബി ക്രിസ്റ്റ്യൻ ബെർണാഡ്, ഓപ്ഷൻ സി ലൂയി പാസ്റ്റർ, ഓപ്ഷൻ ഡി റോബർട്ട് കോക്ക്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി റോബർട്ട് കോക്ക്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ മഗ്നീഷ്യമാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ഹ്രസ്വദൃഷ്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പോ ദീർഘദൃഷ്ടിക്ക് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടിക്ക്. വിഷമദൃഷ്ടിക്ക് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. സിലിണ്ടറിക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെൻസ് ആണ്. ബൈഫോക്കൽ ലെൻസ്. ഓക്കെ, നിശാന്തതയുടെ കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? നിശാന്തത ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഓപ്ഷൻ സി വിറ്റാമിൻ എ. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. ഓപ്ഷൻ എ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഓപ്ഷൻ ബി ചാൾസ് ബാബേജ്, ഓപ്ഷൻ സി വില്യം ഹണ്ട്, ഓപ്ഷൻ ഡി മാക്സ് പ്ലാങ്ക്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹമാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്ലോറിൻ. രാമൻ ഇഫക്റ്റ് എന്തിന്റെ പഠനത്തിന് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ സെല്ലുകൾ, ഓപ്ഷൻ ബി മോളിക്കുലാർ എനർജി,
ഓപ്ഷൻ സി ക്രോമസോമുകൾ, ഓപ്ഷൻ ഡി എക്സ്റേ. രാമൻ ഇഫക്റ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മോളിക്കുലാർ എനർജി. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൻ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. ഏതാണ്? സിട്രിക് ആസിഡ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂറസ് ആസിഡ്, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ ആരാണ്? ഓപ്ഷൻ സി ചാഡ്വിക്. വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്തത്. ഓപ്ഷൻ എ പാൽ, ഓപ്ഷൻ ബി പേരയ്ക്ക, ഓപ്ഷൻ സി തക്കാളി, ഓപ്ഷൻ ഡി ഓറഞ്ച്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പാൽ. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം തന്നിരിക്കുന്നതിലെ 8 മിനിറ്റ് ആണ് ആൻസർ വരുന്നത്. 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്നത് ഏതാണ്? ജീവകം ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറേക്ക യൂറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ് ആണ്. എന്താണ്? പ്ലവക്ഷമ ബലവുമായിട്ട് ബന്ധപ്പെട്ട്. സോളാർ കുക്കറുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സൂര്യപ്രകാശത്തിലെ കിരണങ്ങൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇൻഫ്രാറെഡ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ഫ്രക്ടോസ്, ഓപ്ഷൻ സി റൈബോസ്, ഓപ്ഷൻ ഡി ലാക്ടോസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലാക്ടോസ്. കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്നത്. കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ്. റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ജീവജാലങ്ങളുടെ പ്രായം നിർണ്ണയിക്കാൻ, ഓപ്ഷൻ ബി അന്തരീക്ഷത്തിലെ താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാൻ, ഓപ്ഷൻ സി ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാൻ, ഓപ്ഷൻ ഡി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിർണ്ണയിക്കാൻ. റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ സി ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാൻ. ആസ്ബറ്റോസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ക്യാൻസർ ആണ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിന്റെ യൂണിറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രകാശവർഷം. ഹീമോഫീലിയ രോഗിയുടെ ഓപ്ഷൻ എ ഹൃദയം സങ്കോചിക്കുന്നില്ല, ഓപ്ഷൻ ബി വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നില്ല, ഓപ്ഷൻ സി രക്തം കട്ട പിടിക്കുന്നില്ല, ഓപ്ഷൻ ഡി കുടൽ പ്രവർത്തനരഹിതമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി രക്തം കട്ട പിടിക്കുന്നില്ല. രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ് ഹീമോഫീലിയ. ഫാരൻഹീറ്റ് സ്കെയിലിലും സെന്റിഗ്രേഡ് സ്കെയിലിലും ഒരേ അങ്കനം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ -40 ഡിഗ്രി. പ്രഷർ കുക്കറിൽ ഭക്ഷണം വളരെ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത്. ഓപ്ഷൻ എ താപനഷ്ടം സംഭവിക്കാത്തത് കൊണ്ടാണ്, ഓപ്ഷൻ ബി ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ടാണ്, ഓപ്ഷൻ സി നീരാവി പുറത്തു പോകാത്തത് കൊണ്ടാണ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ടാണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ശീതീകരിച്ച ഐസ്, ഓപ്ഷൻ സി ഖരാവസ്ഥയിലുള്ള അമോണിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി പ്ലാറ്റിനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഖരാവസ്ഥയിലുള്ള അമോണിയം ക്ലോറൈഡ് ആണ് ഡ്രൈ ഐസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി ആന്ത്രാക്സ്, ഓപ്ഷൻ സി റാബീസ്, ഓപ്ഷൻ ഡി മഞ്ഞപ്പിത്തം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആന്ത്രാക്സ്. ബാക്ടീരിയ മൂലം.
മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് ഓപ്ഷൻ എ തലച്ചോറിനെ, ഓപ്ഷൻ ബി ശ്വാസകോശത്തെ, ഓപ്ഷൻ സി രക്തചംക്രമണത്തെ, ഓപ്ഷൻ ഡി കരളിനെ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തലച്ചോറിനെ. ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എന്നത് ഓപ്ഷൻ എ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണമാണ്, ഓപ്ഷൻ ബി ഇലക്ട്രോണിന്റെയോ പ്രോട്ടോണിന്റെയോ എണ്ണമാണ്, ഓപ്ഷൻ സി ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണമാണ്, ഓപ്ഷൻ ഡി ന്യൂട്രോണിന്റെ എണ്ണമാണ്. ഏതാണ് ആൻസർ വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോണിന്റെയോ പ്രോട്ടോണിന്റെയോ എണ്ണമാണ് ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹെൻറി ബെക്വാറ. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത്. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ ചുവന്ന ലിക്വസിനെ നീല നിറമാക്കുന്നു, ഓപ്ഷൻ ബി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, ഓപ്ഷൻ സി വൈദ്യുതവാഹികളാണ്, ഓപ്ഷൻ ഡി പുളിരുചിയുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. നേരെ തിരിച്ചാണ് വരേണ്ടത്. നീല ലിക്വസിനെ ചുവന്നതാക്കുന്നു. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം. ഫിനോഫ്തലിന് ആസിഡില് നിറമില്ല. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ ക്യാരറ്റ്, ഓപ്ഷൻ ബി ചേന, ഓപ്ഷൻ സി ഉള്ളി, ഓപ്ഷൻ ഡി മഞ്ഞൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ക്യാരറ്റ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ എ പ്ലാസ്മയിലാണ്, ഓപ്ഷൻ ബി അരുണരക്താണുക്കളിലാണ്, ഓപ്ഷൻ സി ശ്വേതരക്താണുക്കളിലാണ്, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റുകളിലാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അരുണ രക്താണുക്കളിലാണ്. രക്തത്തിന് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. മാരക വിഷമുള്ള കൂണാണ്. മാരക വിഷമുള്ള കൂണാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അമാനിറ്റ ഫില്ലോഡിസ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ സി കരളാണ്. ആഹാര പദാർത്ഥത്തിലെ ജലം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ആഹാര പദാർത്ഥത്തിലെ ജലം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഓപ്ഷൻ എ വൻകുടലാണ്. ഒരു തരുണാസ്ഥി മത്സ്യമാണ്. ഏതാണ് തരുണാസ്ഥി മത്സ്യം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്രാവ്. ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 43 ജോഡി. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ അസറ്റിക് ആസിഡ് ആണ്. ഡ്രൈസെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഡ്രൈസെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എക്കോ സൗണ്ടർ. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിന്റെ തീവ്രത. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിന്റെ തീവ്രത എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 90 ഡെസിബെല്ലിന് മുകളിലായിരിക്കും. അർദ്ധചാലകങ്ങളിൽ ഒന്നാണ് ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി വെള്ളി, ഓപ്ഷൻ സി ജർമേനിയം, ഓപ്ഷൻ ഡി മെർക്കുറി. അർദ്ധചാലകങ്ങളിൽ ഒന്നാണ് ഓപ്ഷൻ സി ജർമേനിയം. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവം. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവം ഏതാണ്? ഓപ്ഷൻ ബി ശ്വാസകോശമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഏതാണ്? ഓപ്ഷൻ എ റെഡ് ഡാറ്റ ബുക്കാണ്. ഓപ്ഷൻ എ. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ്. ഓപ്ഷൻ എ ഹർഗോവിന്ദ് ഖൊറാന.
മഞ്ഞ വിളക്കുകൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ചുറ്റുപാടുകൾക്ക് തിളക്കം കൂട്ടുവാൻ, ഓപ്ഷൻ ബി ദൃശ്യഫലം കൂട്ടുവാൻ, ഓപ്ഷൻ സി നിറത്തിന്റെ ഫലം ഉയർത്തുവാൻ, ഓപ്ഷൻ ഡി പ്രകാശാധിക്യം കൂട്ടുവാൻ, ഓപ്ഷൻ ഇ ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദൃശ്യഫലം കൂട്ടുവാൻ. ട്യൂബ്ലൈറ്റ് സെറ്റിൽ ചോക്ക് ചെയ്യുന്ന ജോലി. ട്യൂബ്ലൈറ്റ് സെറ്റിൽ ചോക്ക് ചെയ്യുന്ന ജോലി. ഓപ്ഷൻ എ ഉയർന്ന പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു, ഓപ്ഷൻ ബി പ്രേരിത വൈദ്യുതി നൽകുന്നു, ഓപ്ഷൻ സി വോൾട്ടേജ് ഉണ്ടാക്കുന്നു, ഓപ്ഷൻ ഡി ഡിസ്ചാർജ് ത്വരിതപ്പെടുത്തുന്നു, ഓപ്ഷൻ ഇ ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രേരിത വൈദ്യുതി നൽകുന്നു. ദ്രാവക തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം? ഓപ്ഷൻ എ പ്രതലബലം, ഓപ്ഷൻ ബി വിസ്കോസിറ്റി, ഓപ്ഷൻ സി കൊഹിഷൻ, ഓപ്ഷൻ ഡി അഡ്ഹിഷൻ, ഓപ്ഷൻ ഇ ഇവയൊന്നുമല്ല. ദ്രാവക തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ ഊർജ തരംഗമാണ്? ഓപ്ഷൻ എ പ്രകാശ തരംഗം, ഓപ്ഷൻ ബി ശബ്ദ തരംഗം, ഓപ്ഷൻ സി റേഡിയോ തരംഗം, ഓപ്ഷൻ ഡി ഗാമ തരംഗം, ഓപ്ഷൻ ഇ ഇവയൊന്നുമല്ല. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ ഊർജ തരംഗം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ശബ്ദ തരംഗം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ വ്യാഴം, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി യുറാനസ്, ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ, ഓപ്ഷൻ ഇ ശുക്രൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വ്യാഴം. ഭൂതലത്തിലെത്തുന്ന സൗരോർജത്തിന്റെ അളവ്. ഭൂതലത്തിലെത്തുന്ന സൗരോർജത്തിന്റെ അളവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 47%. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സീസ്മോഗ്രാഫ്. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വികസിക്കുന്ന പദാർത്ഥം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗ്ലാസ്. വെള്ളി സ്പൂണിൽ സ്വർണം പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സോഡിയം സയനൈഡ് ആൻഡ് ഗോൾഡ് സയനൈഡ്. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു. ഓപ്ഷൻ ബി സിങ്ക് ഫോസ്ഫൈഡ്. ലോഹമല്ലാത്തതേത്? ലോഹമല്ലാത്തതേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ സൾഫർ. അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹ സങ്കരം. അച്ചടി അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ലോഹ സങ്കരം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ടൈപ്പ് മെറ്റൽ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. പാറ്റ ഗുളിക ഏതാണ്? ഓപ്ഷൻ ഡി നാഫ്തലീൻ. കണ്ണാടികളും ലെൻസുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. കണ്ണാടികളും ലെൻസുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ്. പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിന്റെ നിറം കറുപ്പായി മാറുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണത്തെ കാണിക്കും? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നിർജ്ജലീകാരകം. മനുഷ്യന്റെ അസ്ഥിവ്യൂഹത്തിൽ എത്ര അസ്ഥികളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 206. പേവിഷബാധയുടെ വേറൊരു പേര് ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രോഫോബിയ, ജലം കാണുന്ന ഒരു പേടി. ജാം, സ്ക്വാഷ് തുടങ്ങിയവ കേടുകൂടാതിരിക്കാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബെൻസോയിക് ആസിഡ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ്. ഓപ്ഷൻ എ 37 ഡിഗ്രി സെൽഷ്യസ്. കൊഴുപ്പിന്റെ ഒരു ഘടകം. കൊഴുപ്പിന്റെ ഒരു ഘടകം ഏതാണ്? ഓപ്ഷൻ എ ഫാറ്റി ആസിഡ്. എലിച്ചെള്ള് പരത്തുന്ന രോഗം. എലിച്ചെള്ള് പരത്തുന്ന രോഗം. ഓപ്ഷൻ എ പ്ലേഗ്. പുകയില കഷായം ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നു? പുകയില കഷായം ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നു? എന്തിനാണ്? സസ്യങ്ങൾക്കുള്ള രോഗത്തിന്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായത് എന്താണ്? അയഡിൻ ആണ്.
ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. ഓപ്ഷൻ എ ലിഥിയം. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നുള്ള പ്രകാശത്തിന്റെ നിറം ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി ഉള്ളിലെ വാതകത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഹൈഡ്രജൻ ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡാഷ് മൂലമാണ്. ഹൈഡ്രജൻ ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 50 ഹെർട്സ്. ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ന്യൂട്രൽ വയറും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 0 വോൾട്ട്. ഒരു ജനറേറ്ററിന്റെ കറങ്ങുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ഒരു ജനറേറ്ററിന്റെ കറങ്ങുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റോട്ടർ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗം ഡാഷ് ആണ് ഉള്ളത്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗം. ഓപ്ഷൻ ബി ശൂന്യതയിൽ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗം ശൂന്യതയിലാണ് ഉള്ളത്. വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ ഉപജ്ഞാതാവ്. വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ ഉപജ്ഞാതാവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണമാണ്. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സോഡിയം പെറോക്സൈഡ്. യുറേനിയത്തിന്റെ ഒരു അയിരാണ്. യുറേനിയത്തിന്റെ ഒരു അയിരാണ്. ഓപ്ഷൻ ബി പിച്ച് ബ്ലെൻഡ്. കാൽസ്യം ക്ലോറൈഡിന്റെ ദ്രവണാങ്കം. കാൽസ്യം ക്ലോറൈഡിന്റെ ദ്രവണാങ്കം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 780 ഡിഗ്രി സെൽഷ്യസ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കുന്നതിന് ചേർക്കുന്ന ധാതു. സിമന്റിന്റെ സെറ്റിംഗ് സമയം ക്രമീകരിക്കുന്നതിന് ചേർക്കുന്ന ധാതു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജിപ്സം. ജൈവ മണ്ഡലത്തിലെ ഊർജത്തിന്റെ ആത്യന്തിക ഉറവിടം. ആൻസർ ഓപ്ഷൻ ബി സൂര്യൻ. സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാഥോഡിൽ കിട്ടുന്ന പദാർത്ഥം. സോഡിയം ക്ലോറൈഡ് ലായനി വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ കാഥോഡിൽ കിട്ടുന്ന പദാർത്ഥം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സോഡിയം. LPGയിലെ പ്രധാന ഘടകം എന്താണ്? ഓപ്ഷൻ എ ബ്യൂട്ടൈൻ ആണ്. മാംഗനീസ് ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം ഗ്ലാസിന് ഡാഷ് നിറം നൽകുന്നു. മാംഗനീസ് ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം ഗ്ലാസിന് ഏത് നിറമാണ് നൽകുന്നത്? ഓപ്ഷൻ ഡി വയലറ്റ്. തിളക്കമല്ലാത്ത ധാതുവിന് ഉദാഹരണം. തിളക്കമല്ലാത്ത ധാതുവിന് ഉദാഹരണം. ഓപ്ഷൻ സി അഫ്രം. ജീവപരിണാമത്തെക്കുറിച്ചുള്ള ആധുനിക ആശയത്തിന് അസ്ഥിവാരമിട്ട ശാസ്ത്രജ്ഞൻ. ജീവപരിണാമത്തെക്കുറിച്ചുള്ള ആധുനിക ആശയത്തിന് അസ്ഥിവാരമിട്ട ശാസ്ത്രജ്ഞൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ലാൻഡ്മാർക്ക്. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി 12 ആണ്. മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതുകൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സെറിബ്രൽ ഹെമറേജ്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.